നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറിയ പി ഉസ്താദ് ആരും അറിയണമെന്ന് ആഗ്രഹിച്ച മഹാനല്ല, ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമാണ്. ആരും അറിയരുത്, ആരും അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ മാത്രല്ല, ചിലപ്പോ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒക്കെ യാത്രക്കിടയിൽ ആളുകൾക്ക് തോന്നും ഇത് എ പി ഉസ്താദാണെന്ന്. കാരണം ആകൃതിയും അങ്ങനെയാണ്, രൂപവും അങ്ങനെയാണ്, മുഖശേപ്പും അങ്ങനെയാണ്, ശബ്ദവും അങ്ങനെയാണ്. പേരിന്റെ കൂടെ ആണെങ്കിൽ ഒരു എ പി എന്ന ഇനീഷ്യലും ഉണ്ട്. അപ്പൊ ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോ ഉസ്താദ് ജനങ്ങൾക്ക് അറിയാത്ത രൂപത്തിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള ഉസ്താദിന്റെ മറുപടി കേട്ടപ്പോ നമുക്ക് വലിയ ഉസ്താദിന്റെ ആ ഒരു എളിമ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ പേരെന്താന്ന് വെച്ചു. പേര് മുഹമ്മദ്, അതിനുള്ള പേര്. ഇനീഷ്യൽ എന്താന്ന് വെച്ചു. അപ്പൊ ഇപ്പൊ വീട് നിൽക്കുന്ന സ്ഥലത്തിന് കടോളിൽ എന്നാ പറയാം. അപ്പൊ കടോളിൽ എന്ന് പറഞ്ഞു. പാക്ക് പിടുത്തം കിട്ടിയില്ല, കാരണം ഇനീഷ്യലായ മുപ്പർ ചോദിക്കുന്നത് എ പി എന്ന് കിട്ടാനാണ്. അത് പറഞ്ഞില്ല. നാട് എവിടെയെന്ന് ചോദിച്ചു. നാട് കരുവമ്പയിലാന്ന് പറഞ്ഞു. അപ്പൊ അതും പിടുത്തം കിട്ടിയില്ല, കാരണം കാന്തപുരം പേരിന്റെ കൂടെ ഉള്ളത്. ഇത് മൂന്നും അറിയാതെ അസ്സലാമു അലൈക്കും എന്ന് മുപ്പര് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താ അങ്ങനെ പറഞ്ഞത്? അത് മൂപ്പർക്കും എനിക്കും സൗകര്യമാണ്. എന്നെ അറിഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട, മൂപ്പർ എന്നെ അറിഞ്ഞോളന്ന് എനിക്കുമില്ല. ഒരാളെങ്ങനെ അറിഞ്ഞിട്ട് ബന്ധം കിട്ടാനാ? അങ്ങനെ ജീവിച്ചതാണ്. ആരും അങ്ങനെ. നമ്മളോടൊപ്പം ഒരാളെന്ന് ചോദിച്ചാൽ നമ്മൾ ടൈറ്റിലും ഇനീഷ്യലും ഒക്കെ ഉണ്ട്, റെഡിക്ക് പറയല്ലേ ഞാൻ അങ്ങനെ ഇങ്ങനെയാണ്, വലിയ ആളാണ് മറ്റാളാണെന്ന്. അതൊന്നുമില്ല. അതാ ഒരു എളിമുള്ള നിലപാടിൽ, അങ്ങനെ തന്നെ താഴ്മുള്ള നിലപാടിൽ ജീവിച്ചു. ചുരുങ്ങിയ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ട ആ ജീവിതത്തിൽ ഉസ്താദ് അവർകൾ ഒരാൾക്കും ഭാരമാകരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എല്ലാ പ്രാർത്ഥനയിലും ഉണ്ട്, പടച്ചോനെ എന്റെ ജീവിതം മറ്റൊരാൾക്കും നീ ഭാരമാക്കല്ലേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്കും. ആ ദ്വയാണ് അള്ളാഹു കബൂലാക്കിയത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദെ കുടുംബക്കാർ ഉസ്താദിനെ നോക്കാനുണ്ടാകും, ശിഷ്യന്മാര് പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ മുഹിബീങ്ങൾ എത്രയുണ്ട്. പൊന്നുപോലെ ഉസ്താദിനെ നോക്കുന്ന നാട്ടുകാരുണ്ട്, ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. സ്വന്തം മറന്ന് സ്നേഹിക്കുന്ന മക്കളും കുടുംബാംഗങ്ങളും എത്രയുണ്ട്. അവരൊക്കെ നോക്കൂലേ? ഉസ്താദ് പറഞ്ഞു, രോഗിയായ ഒരാൾ കിടന്നാല് കുറച്ചു കാലമൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നിപ്പോകും സലാമത്തിനോ റാഹത്തിനോ പെട്ടെന്ന് വേർപ്പിരിയാനോ ആരെങ്കിലൊക്കെ ഒന്ന് വരുന്ന റെഡി ആയിരുന്നു. അങ്ങനെ ഒരു ചിന്ത വരുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് റാഹത്തോടെ പിരിഞ്ഞു പോകലാണ് എന്ന് ഉസ്താദ് പറയും. അതിനാണ് ആ ദുആ, പടച്ചോനെ നമ്മുടെ ജീവിതം ആർക്കും നീ ഭാരമാക്കല്ലേ അല്ലാഹ്. ഒരാൾക്കും പ്രയാസപ്പെടാത്ത രൂപത്തിലാണ് അന്ത്യസമയത്തും ദർസുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ചു. ദർസി രംഗത്ത് വലിയ ഹിദ്മകൾ ചെയ്തു. പ്രഭാഷണങ്ങൾ നോക്ക് നിങ്ങൾ, ഏതാൾക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ. മറുപടിയാണെങ്കിൽ അതേ രൂപത്തിലുള്ള മറുപടി, എല്ലാ വിഷയങ്ങൾക്കും അതേ രൂപത്തിലുള്ള മറുപടി. ഒരു ദിവസം ഒരാൾ ചോദിച്ചു, ഉസ്താദെ ഞങ്ങളെ നാട്ടിലൊക്കെ ഈ കണ്ണൂക്ക് എന്നുള്ള പേരിൽ ഒരു 3 കൈക്കലുണ്ട്. അപ്പൊ ഈ കണ്ണൂക്ക് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? മയ്യത്തിന്റെ കണ്ണ് പോകുന്നത് കൊണ്ട് കണ്ണൂക്ക് എന്ന് പറയണോ? അങ്ങനെ 3 കണ്ണ് പോകുന്നൊരു വിഷയം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതല്ല, അത് കണ്ണൂക്ക് എന്ന് പറഞ്ഞ കണ്ണൊഴുക്കാണ്. കണ്ണിന്റെ ഒഴുക്ക് ഏകദേശം ഒരു 3 ആകുമ്പോഴേക്ക് പതുക്കെ കുറഞ്ഞു കിട്ടും. 1-ാമത്തെ ദിവസം നല്ലോണം കണ്ണൊഴുക്കുണ്ടാകും, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. 2-ാമത്തെ ദിവസം ഉണ്ടാകും. ഈ ദിവസങ്ങൾക്കിടയിൽ ആളുകൾ വന്ന് സമാധാനിപ്പിക്കുമ്പോൾ കുറെ ഇങ്ങനെ കുറയും. 3-ന്റെ അത് പറ്റ കുറയും, കാരണം അന്ന് എല്ലാവരും വന്ന് സമാധാനിപ്പിക്കുമ്പോൾ സന്തോഷം കൂടി കിട്ടും. അങ്ങനെയാണ് ഉസ്താദ് മറുപടി പറയാറുള്ളത്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിൽ. വേറൊരാൾ ചോദിച്ചു, മയ്യത്തിന്റെ ഖബറിന്റെ മേലെയുള്ള ഈ ചെടി ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത് ഖബറാളിക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളതിന് തെളിവാണോ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, അതല്ല, അതാ മണ്ണിന്റെ നനവിന്റെ കുഴപ്പമാണ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെ നനവ് കുറച്ച് കുറവാണ്, വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചെടി എങ്ങനെ വളർന്നു വന്നോളും. അല്ല, മുകളിലുള്ള ചെടി, ഈ ചെടി ഇല്ലെങ്കിലോ? ഒരാളെ ഖബറിന് ആദ്യം ചെടി കുത്തിയില്ലാന്ന് നോക്കാം, പിന്നെ ഫുള്ള് ശിക്ഷ നോക്കാൻ പറ്റുമോ? അത് ശിക്ഷന്റെ ഒരു ദലീലൊന്നുമല്ല, അടയാളൊന്നുമല്ല. ജനങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല നർമ്മം കലർന്ന മറുപടി പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് ധാരാളം ഇൽമി വിതരണം ചെയ്തു. അല്ലാഹു തആല അവിടത്തേക്ക് ദറജ ഉത്തരോത്തരം ഉയർത്തി കൊടുക്കട്ടെ. എളിമയാർന്ന നിലക്ക് ജീവിച്ചു. വിദേശത്ത് പോകാനൊന്നും ഒരു ആഗ്രഹമില്ല. പലപ്പോഴും ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ നിർബന്ധിക്കും UAE ഗസ്റ്റായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ എങ്ങനെങ്കിലൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറും. കാരണം അതൊന്നും ഒരു താല്പര്യമല്ല, ആഗ്രഹമല്ല. ദർസ് നടത്തുക, ദീനിന് ഖിദ്മത്ത് എടുക്കുക, അതിനാണ് ഏറ്റവും വലിയ താല്പര്യം. വേറെ ഒന്നിലും അധികം താല്പര്യമല്ല. ദീനി ദഅവത്ത് നടത്തുക, സാധുക്കളോട് വലിയ മഹബത്ത്, ഭാവങ്ങളോട്. ഏതെങ്കിലും ആളുകൾക്ക് സുഖമില്ല,
ശിഷ്യന്മാർക്ക് സോക്കേടാണെന്ന് കേട്ടാൽ അപ്പോഴേക്ക് ഉസ്താദ് കരഞ്ഞു പോകും. അത് അവരൊരു സ്നേഹത്തിന്റെ റൗഫത്തിന്റെ അടയാളമാണ്. ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാള് തീരെ സുഖമില്ലാതായി വിഷമിച്ചപ്പോ എല്ലാവരെ വിളിച്ചിട്ടും എന്നെയും ഉസ്താദ് വിളിച്ച് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് കാശ് എവിടുന്നെങ്കിലും ഉണ്ടാക്കി എളുപ്പത്തിൽ കൊണ്ടുവരണം, അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ലൊരു സുഖം ഉണ്ടാക്കി കൊടുക്കണം, ചെറിയ മക്കളാണ് വീട്ടിലുള്ളത്, അവർക്കിത് താങ്ങാൻ കഴിയൂല, ബാപ്പങ്ങനെ സുഖമില്ലാതെ കടന്നാൽ. അങ്ങനെ ആ ശിഷ്യന് വേണ്ടി ധാരാളം സമ്പത്ത് സ്വരൂപിച്ച് ട്രീറ്റ്മെന്റ് നടത്തി. എന്നാൽ ഉസ്താദിന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷമം അങ്ങനെ ഉസ്താദ് പറയും. അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ആ കുട്ടികളൊന്നും പ്രായപൂർത്തി എത്തിയിട്ടും പക്വതെത്തിയിട്ടും കാണാനുള്ള ഒരവസരം കൂടി അള്ളാഹു നൽകിയില്ല. കുട്ടികൾക്ക്, മുത്തല്ലിമികൾക്ക്, നാട്ടുകാർക്ക്, പരിചയക്കാർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ വിഷമിക്കുന്ന മനസ്സ് ഒരു സ്നേഹത്തിന്റെ ആർദ്രതയുടെ അടയാളമാണ്. ആ മനസ്ഥിതിയാണ് ശൈഖുനാ ചെറിയ ഉസ്താദിൽ നിന്ന് ധാരാളം നമ്മൾ അനുഭവിച്ചത്. കേൾക്കുമ്പോഴേക്ക് ഉസ്താദ് കരഞ്ഞു പോകും. ഒരാൾ എന്തെങ്കിലും സൂക്കേടോ ബുദ്ധിമുട്ടോ എന്ന് പറയുമ്പോൾ അവരോടുള്ള അനുകമ്പ കൊണ്ട് ദുആ ചെയ്തു കൊടുക്കും. ഏതെങ്കിലും ആളുകൾ പ്രയാസപ്പെട്ട് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ, നിങ്ങൾ നോക്കി, ഒരാൾ വന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ദിക്ർ അങ്ങോട്ട് എഴുതി കൊടുക്കൂലേ. ഒരു ദിവസം ഒരു മുത്തല്ലിം ഉസ്താദിന്റെ റൂമിൽ വന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ഞങ്ങൾ മഹല്ലി ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാണ്. ആ മുത്തല്ലിം അങ്ങനെ കരയുന്നുണ്ട്. ഉസ്താദിന്റെ ശിഷ്യനൊന്നുമല്ല, പുറത്തുനിന്ന് വന്നാണ്. അപ്പൊ എന്താ സംഗതി? ആ കുട്ടിക്ക് ഓതിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഓതാനാണെങ്കിൽ നല്ല താല്പര്യമുണ്ട്. അങ്ങനെയാണ്. ദർസ് പഠിക്കാൻ ഉസ്താദെ നല്ല താല്പര്യമുണ്ട്, ആർക്കും അതിന് തടസ്സമല്ല, പക്ഷെ ഓതിയിട്ട് എനിക്ക് കിതാബ് ഇങ്ങോട്ട് മനസ്സിലായി കിട്ടുന്നില്ല. ഉസ്താദിന് വലിയ സങ്കടമായി. അപ്പൊ ഉസ്താദ് ഒരു പേപ്പറിൽ ചെറിയ ഒരു ദിക്ർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പതിവാക്കിയിട്ട് നിങ്ങൾ ഓതിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മുത്തല്ലിമിനെ കണ്ട ആ ദിക്ർ ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കിനും മുത്തല്ലിമ് പോയി. പിന്നെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ ദിക്റൊക്കെ എഴുതി കൊടുക്കും, ഞങ്ങൾക്കും വേണം ദിക്ർ. ഉസ്താദ് പറഞ്ഞു, അയാളെപ്പോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങളും കരയാണെങ്കിൽ നിങ്ങൾക്കും എഴുതി തരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥമുള്ള കരച്ചില്ലല്ലോ. നിങ്ങളിപ്പോ എൻ്റെ ഇൽമ കിട്ടും, ഞാൻ അങ്ങനെ പഠിച്ചാൽ അങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ പൊരുത്തം കിട്ടുന്ന അങ്ങനെ കൂടല്ലേ. ആത്മാർത്ഥമായിട്ട് ആ മുത്തല്ലിം, അങ്ങനെയാണ് അവര് അവസ്ഥ. അവരാരിലേക്കും അങ്ങനെ അറിയത്. പക്ഷെ കോള് ധാരാളമുണ്ട് സഹോദരങ്ങളെ. ഇഷ്ടം പോലെ ആ അതരത്തിൽ നിന്ന് ഇൽമു വാരിയെടുക്കണമെന്ന് ധാരാളം ശിഷ്യഗണങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഖളാ അല്ലേ, അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ. വിതരണം ചെയ്ത ഇൽമുകൾ ദർജകളായി അള്ളാഹു തആല അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ.